കോഴിക്കോട് നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്ര ഇനി വളരെ എളുപ്പമാവുകയാണ്. ബേപ്പൂർ ലക്ഷദ്വീപ് സ്വകാര്യ യാത്രാ കപ്പൽ സർവീസ് ഓഗസ്റ്റ് 15 മുതൽ പുനരാരംഭിക്കാനാണ് പദ്ധതി. ശുഭം എന്റർപ്രൈസസിന്റെ സ്വകാര്യ കപ്പൽ ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തും. 250 പേർക്കാണ് കപ്പലിൽ യാത്ര ചെയ്യാൻ കഴിയുക. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവിലാണ് പ്രഖ്യാപനമുണ്ടായത്. We are going to launch our ferry service from en route to Beypore to en route maybe after this monsoon. We are expecting the monsoon going to come finish it maybe the August 15th, after August 15th. The ferry will be reached before here. We will start the ferry service weekly 6 days. We are planning. We are going to initially make a trial whether our speed and things will get comfort. Maybe we will take for 6 up and down trip, 2-way trips. I am focusing actually 40-50% for the island people, 50 to 60% I am expecting by the tourist. Yes, മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, അപ്പോൾ ബേപ്പൂരിൽ നിന്ന് ഇനി ലക്ഷദ്വീപിലേക്കുള്ള യാത്രകൾ എളുപ്പമാവുകയാണ്. യെസ്, അപ്പോൾ ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള യാത്രയ്ക്ക് ഒരു സ്വകാര്യ യാത്രാ കപ്പൽ ഒരുങ്ങുകയാണ്. ആ സർവീസ് ഓഗസ്റ്റ് 15 മുതൽ പുനരാരംഭിക്കാനാണ് പദ്ധതി. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, അപ്പോൾ കോഴിക്കോട് നിന്ന് ബേപ്പൂരിലേക്കുള്ള യാത്ര ഇനി വളരെ എളുപ്പമാവുകയാണല്ലോ. ക്ഷമിക്കണം, ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപ് വരെയുള്ള ആന്ത്രോത്ത് ദ്വീപ് വരെയുള്ള സർവീസ് കപ്പൽ സർവീസിനാണ്, സ്വകാര്യ കപ്പൽ സർവീസിനാണ് വീണ്ടും ആരംഭം ഉണ്ടാകുന്നത്. ഇടയ്ക്ക് ശേഷം നിന്ന് പോയതായിരുന്നു. അങ്ങനെ ബേപ്പൂരും ഒരുപക്ഷെ കോഴിക്കോടും ലക്ഷദ്വീപും തമ്മിലുള്ള ബന്ധം തന്നെ വലിയ തോതിൽ കുറയുകയും കൊച്ചിയിലേക്ക് മാത്രമായി സർവീസുകൾ നിലയ്ക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. പരമ്പരാഗതമായി തന്നെ ലക്ഷദ്വീപും കോഴിക്കോടും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും സർവീസ് പലരും ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും സർവീസ് നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ശുഭം എന്ന് പറയുന്ന ഒരു തമിഴ്നാട് കേന്ദ്രീകരിക്കുന്ന എന്റർപ്രൈസ്, ശുഭ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ബസ്സിലാണ് ഇറങ്ങുന്നത്. 250 പേർക്ക് യാത്രാ സൗകര്യം ഉണ്ടാകും. അതിൽ 220 പേര് നോർമൽ ക്ലാസ്സും അതോടൊപ്പം തന്നെ ഒരു 30 പേർക്കൊരു 30-40 പേർക്ക് ഒരു VIP ക്ലാസ്സും വരുന്ന രീതിയിലേക്കുള്ള ഒരു ക്രമീകരണമാണ്. 5.5 മണിക്കൂർ കൊണ്ട് ബേപ്പൂരിൽ നിന്നും ആന്ത്രോത്ത് ദ്വീപിൽ എത്താൻ കഴിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വളരെ വേഗതയുള്ള ഒരു ബസ്സിലായിരിക്കും. അവരുടെ പ്ലാനിംഗ് അനുസരിച്ചിട്ട് ഓഗസ്റ്റ് 15-ാം തീയതി തന്നെ സർവീസ് ആരംഭിക്കും. ആഴ്ചയിൽ 6 ദിവസം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് ഉണ്ടാവുന്ന രീതിയിലാണ് ഉള്ളത്. നിലവിൽ തന്നെ നിരവധി യാത്രക്കാർ ബേപ്പൂരിൽ നിന്നും യാത്ര ചെയ്യാൻ ലക്ഷദ്വീപിലേക്കും അതോടൊപ്പം തിരിച്ചുമൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല പലരും നേരത്തെയുള്ള സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് സർക്കാരിനോടൊക്കെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സ്വകാര്യ സർവീസാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. ഇന്നലെ ഫ്യൂച്ചർ കേരള ബിസിനസ് കോൺക്ലേവിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്തിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ബേപ്പൂരിന് വലിയ അനന്തമായ സാധ്യതകളുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭാവിയിൽ സർക്കാരിൻ്റെ തന്നെ സർവീസ് വരാനുള്ള വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. എന്തായാലും ബേപ്പൂരുകാരും മലയാളികളും അതോടൊപ്പം ലക്ഷദ്വീപുകാരും ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് ബേപ്പൂരിലേക്കുള്ള കപ്പൽ സർവീസ് പുനരാരംഭിക്കുക എന്നുള്ളത്. അത് ആരംഭിക്കും. എന്തായാലും വളരെ സൗകര്യങ്ങളുള്ള ഒരു കപ്പലാണ് ഉള്ളത്. അവിടെ മറ്റ് 5.5 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ വളരെ വേഗത്തിൽ ആന്ത്രോത്തിൽ എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 15 മുതൽ തന്നെ കപ്പൽ സർവീസ് ആരംഭിക്കും.